Lord, let me dedicate all this year to Thee. In whatever worldly state Thou wilt have me be, not from sorrow, pain or care, freedom dare I claim. This alone shall be my prayer, glorify Thy name. Can a child presume to choose where or how to live? Can a father's love refuse all the best to give? More Thou givest every day than the best can claim, nor withholdest aught that may glorify Thy name. If in mercy Thou wilt spare joys that yet are mine, if on life's serene and fair brighter rays may shine, let my glad heart while it sings Thee in all proclaim, and whatever the future brings, glorify Thy name. If Thou callest to the cross, and in shadow come, turning all my gain to loss, shrouding heart and home, let me think how Thine new Son to His glory came, and in deepest woe pray on, glorify Thy name. Happy and prosperous New Year greetings to all of you in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഇന്നു മുതൽ ഒരു പുതിയ വർഷത്തിലാണ് നാം ജീവിക്കുവാൻ പോകുന്നത്. തികച്ചും അപരിചിതമായ ഒരു വർഷം. ഈ ആണ്ടിൽ എന്തെല്ലാം സംഭവിക്കുമെന്നോ ഈ ആണ്ട് പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയുമെന്നോ എന്നും യാതൊരു നിശ്ചയവുമില്ല. മാത്രവുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ചേർത്തുകൊള്ളുവാൻ ഈ വർഷമാണോ മടങ്ങി വരുന്നത് എന്നും നാം അറിയുന്നില്ല. അതിനാൽ ഈ വർഷം ഭൂമിയിൽ നാം ജീവിക്കേണ്ടത് വിശ്വാസത്താൽ ആയിരിക്കണം. ബൈ ഫെയ്ത്ത്. വിശുദ്ധ ബൈബിൾ പറയുന്നു എബ്രായ ലേഖനത്തിൽ, ഇപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന്. Now faith is the substance of things hoped for, the evidence of things not seen. Hebrews 11:1. We live seeing the unseen by faith. അദൃശ്യമായതിനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ ഭൂമിയിൽ ഈ വർഷം നാം ജീവിക്കേണ്ടത്. വളരെ സുഖലോലുപതയിലും നല്ല നിലയിലും ജീവിച്ച ഒരു വ്യക്തി
ഒരു ദിവസം ഇതെല്ലാം വിട്ടിട്ട് മറ്റെന്തിൻ്റെയോ പുറകെ പോകുന്നതായി നാം കണ്ടിട്ട് ആ വ്യക്തിയോട് ചോദിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇത്രയും നല്ല ജീവിത സാഹചര്യമെല്ലാം വിടുന്നത്? എന്തിൻ്റെ പുറകെയാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഗവൺമെൻറ് ജോലിയും നല്ല കുടുംബവും കുടുംബ ബന്ധങ്ങളും എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇതെല്ലാം നിങ്ങൾ വിട്ടത്? എവിടെയാണ് നിങ്ങൾ പോകുന്നത്? എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞെന്നിരിക്കട്ടെ, എൻ്റെ നോട്ടം അദൃശ്യ ലോകത്തേക്കാണ്, കാണാത്തതിനെയാണ് ഞാൻ നോക്കുന്നത്. ഐ എം ലുക്കിംഗ് എഹെഡ് ഓഫ് ദ വിസിബിൾ ടു ദി ഇൻവിസിബിൾ, ടു മൈ റിവാർഡ്. ഈ വ്യക്തിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സാധാരണ ആളുകൾ പറയും, ഇത് വളരെ വിചിത്രമായിരിക്കുന്നു, അല്ലെങ്കിൽ അയാളൊരു വിഡ്ഢിയാണ്. എന്നാൽ അവൻ വിശ്വാസവീരനാണ്. വിത്ത് ഫെയ്ത്ത്, he says. Faith has its own way of seeing. വിശ്വാസം കാണുന്നത് കണ്ണുകൊണ്ടല്ല. Faith says not with the eye, but with the heart. Do you have a heart? ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയം കൊണ്ട് കാണും. വിശ്വാസം കാണുന്നത് ഹൃദയം കൊണ്ടാണ്, കണ്ണുകൊണ്ടല്ല. വിശ്വാസം കാണുന്നത് ഇപ്പോൾ സംഭവിക്കുന്നതല്ല, ഒടുവിൽ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പരിണമിക്കുന്നത് എന്നാണ്. Faith says not just what is happening now, but how things will turn out in the end. എങ്ങനെയാണ് ഇത് പര്യവസാനിക്കുന്നത്, അതിലേക്കാണ് വിശ്വാസം നോക്കുന്നത്. വിശ്വാസ കണ്ണുകൾ, ആ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അങ്ങോട്ടാണ് നോക്കുന്നത്. വിശ്വാസം കാണുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാത്രമല്ല, പ്രധാനമായും മുകളിലുള്ള ദൈവത്തെയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം അവിടെ നിന്നാണ് വരുന്നത്. ചുറ്റുമുള്ളതിനെ മാത്രം നോക്കുന്നതല്ല വിശ്വാസം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തെ അന്വേഷിക്കുന്നതാണ്, ദൈവമുഖത്തേക്ക് നോക്കുന്നതാണ്. ഈ പുതുവർഷത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് വേണ്ടത്. വിശ്വാസത്താൽ കാണുന്നത്, ഹൃദയം കൊണ്ട് കാണുന്നത്, ദൈവത്തിലേക്ക് ദൃഷ്ടി ഉയർത്തിയുള്ള കാഴ്ച. സീയിങ് ദി അൺസീൻ. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ലഭിച്ചവനായിരുന്നു വിശുദ്ധ ബൈബിളിൽ നാം കാണുന്ന മോശ. മോശയ്ക്ക് ഈ കാഴ്ചപ്പാട് ലഭിച്ചത് തൻ്റെ മാതാപിതാക്കളിൽ നിന്നായിരുന്നു. ഇന്ന് പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ്. ജീവിതത്തിൽ അവർക്ക് വ്യക്തമായ യാതൊരു കാഴ്ചപ്പാടോ മൂല്യങ്ങളോ ഇല്ല. എല്ലാത്തിനും അവർ, അതായത് ഈ മക്കൾ, മാതാപിതാക്കളെ മാത്രം കുറ്റം പറയും. എന്നാൽ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടും ദർശനവും കുട്ടികൾ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം, അത് കണ്ടും അനുഭവിച്ചും വളരുവാൻ തക്കവണ്ണം അവർക്കതുണ്ടോ? അതുമില്ല. ഇത് നാം വളരെ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ മോശയുടെ മാതാപിതാക്കൾ അവർക്കൊരു മാതൃകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായി നാം വായിക്കുന്നത്, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. By faith, Moses' parents hid him for 3 months after he was born, because they saw he was no ordinary child, and they were not afraid of the king's edict. രാജാവിൻ്റെ കൽപ്പനയെ പോലും ഭയപ്പെടാതെ തങ്ങളുടെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ തക്കവണ്ണം എന്താണ് ആ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത്? അവരുടെ ദർശനമാണ്, കാഴ്ചപ്പാടാണ്. അദൃശ്യമായതിനെ
അവർ കണ്ടതാണ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുകയാണെങ്കിൽ, ഈജിപ്തിലെ ഫറവോൻ രാജാവ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇസ്രായേൽ മക്കളുടെ സാന്നിധ്യം വളരെ അനുഗ്രഹമായി കണ്ടു. രാജാവ് 2 പ്ലാനുകൾ ഉണ്ടാക്കി. ഒന്ന്, രാഷ്ട്രീയമായോ സൈനികമായോ ഒരു ഭീഷണിയുമാകാതെ ഇവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക. രണ്ടാമത്, ഇവരുടെ വംശവർദ്ധനവ് തടയുക. ആൺകുട്ടികളെയെല്ലാം കൊല്ലുക, പെൺകുട്ടികളെ ശേഷിപ്പിക്കുക. പെൺകുട്ടികളെ ഈജിപ്തിലെ പുരുഷന്മാർക്കെടുക്കുക. അവരിൽ ഉണ്ടാകുന്ന കുട്ടികൾ അടിമകളായി തന്നെ തുടരുക. ഫറവോൻ രാജാവ് ഇറക്കിയ കൽപ്പന ഇതായിരുന്നു: എവരി ബോയ് ദാറ്റ് ഈസ് ബോൺ യു മസ്റ്റ് ത്രോ ഇൻ ടു ദ റിവർ നൈൽ, ബട്ട് ലെറ്റ് എവരി ഗേൾ ലീവ്. എക്സോഡസ് 1:22. ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണം, ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണം. രാജാവിൻ്റെ ഈ കൽപ്പനയാണ് മോശയുടെ മാതാപിതാക്കൾ ലംഘിച്ചത്. അദൃശ്യമായതിനെ വിശ്വാസത്താൽ കണ്ട ആ മാതാപിതാക്കൾ മോശക്കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ തീരുമാനിച്ചു. Because they saw the unseen, they hid their child. They saw the unseen potential of their baby. ഭയങ്കര റിസ്ക് എടുത്ത് ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി അവർ പോരാടി. കുഞ്ഞിനെ എങ്ങനെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? 3 മാസത്തോളം എങ്ങനെയോ ഒളിപ്പിച്ചു വെച്ചു. 3 മാസത്തിന് ശേഷം അവർക്ക് അതിന് സാധ്യമല്ലാതെ വന്നു. അവർ വിശ്വാസത്തിൻ്റെ വലിയൊരു സ്റ്റെപ്പ് എടുക്കുകയാണ്. They took a huge step of faith. ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി, വാട്ടർ ടൈറ്റ് ബാസ്ക്കറ്റ്. അതിനകത്ത് ഈ മോശക്കുഞ്ഞിനെ കിടത്തി നൈൽ നദിയിൽ കൊണ്ടുവച്ചിട്ട് മോശയുടെ സഹോദരിയായ മിറിയാം ദൂരവേ നിന്ന് നോക്കുകയാണ് കുഞ്ഞിന് വല്ലതും ഭവിക്കുന്നോ എന്ന്. അപ്പോൾ അവൾ കാണുന്നു ഫറവോൻ രാജാവിൻ്റെ പുത്രി ആ നദിയിൽ കുളിക്കാൻ വരുന്നതായി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഈ രാജകുമാരി കുഞ്ഞിനെ എടുത്തു. ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ മിറിയാം ഓടിച്ചെന്നു. മിറിയാമിനോട് ചോദിച്ചു, എവിടെയെങ്കിലും ഈ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തുവാൻ തക്കവണ്ണം ഒരു അമ്മയെ കിട്ടുമോ? അവൾ പറഞ്ഞു, ഞാനൊരു അമ്മയെ കൊണ്ടുതരാം. കൊണ്ടുവന്നതോ മോശക്കുഞ്ഞിൻ്റെ അമ്മയെ തന്നെയായിരുന്നു. ഒടുവിൽ രാജകുമാരി ശമ്പളം കൊടുത്തുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തുവാൻ തക്കവണ്ണം ഈ അമ്മയെ ഏൽപ്പിച്ചു. 10-12 വയസ്സ് ആകുന്നിടം വരെ ഈ മോശ ആ വീട്ടിൽ വളർന്നു എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. യഹൂദ മതത്തിലെ അല്ലെങ്കിൽ എബ്രായരുടെ ആ തിരുവെഴുത്തുകളിലെ ആ തോറയിലെ വചനങ്ങളെല്ലാം പഠിക്കുവാൻ തക്കവണ്ണം, അതിലെഴുതിയിരിക്കുന്നതൊക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം മോശയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ആ മാതാപിതാക്കൾ ആ കാര്യങ്ങളൊക്കെയും മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ, പഠിപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഉത്സുകരായിരുന്നു. അതിനാലാണ് അവർക്ക് ദർശനം കിട്ടിയത്, നല്ലൊരു കാഴ്ചപ്പാട് കിട്ടിയത്. തങ്ങളെ അടിമത്തത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ഒരു രാജാവ് വരുന്നു, അവനൊരു രാജ്യം സ്ഥാപിക്കും. ആ ഒരു പ്രത്യാശയോടെ അവർ കാത്തിരിക്കുന്നവരായിരുന്നു. ഈ ദർശനവും കാഴ്ചപ്പാടുമെല്ലാം ഈ തിരുവചനങ്ങളിൽ കൂടെയാണ് അവർക്ക് കിട്ടിയത്. They saw the unseen. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ എത്ര മാതാപിതാക്കൾ ഇന്ന് തയ്യാറാകും? അദൃശ്യമായതെന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ ദർശിക്കുന്നുണ്ടോ? നമുക്കറിയാം, പല പല കാരണങ്ങളും പറഞ്ഞ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഓരോ വർഷവും അബോർഷൻ ചെയ്ത് കളയുന്നത്.
നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, അബോർഷൻ ചെയ്യപ്പെടുന്ന ഓരോ കുട്ടിയും, എവറി ചൈൽഡ് ഈസ് നോ ഓർഡിനറി ചൈൽഡ്. ഈച്ച് വൺ ഈസ് എക്സ്ട്രാ ഓർഡിനറി. കാരണം ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ സൃഷ്ടിയും ദാനവുമാണ്. ഡോക്ടർമാർ പറയുന്നതോ നാം കണ്ണുകൊണ്ട് കാണുന്നതോ അല്ല ദൈവം കാണുന്നത്. ഡോക്ടർമാർക്ക് പറയുവാൻ ഒരുപാട് കാരണങ്ങൾ കാണും. ഇതിനെ അബോർട്ട് ചെയ്തേര് എന്ന് പറയുവാൻ അവർക്ക് കാരണങ്ങൾ കാണും. പക്ഷേ അവർ പറയുന്നതോ നാം കണ്ണുകൊണ്ട് കാണുന്നതോ അല്ല ദൈവം കാണുന്നത്. പലരും ഇതൊരു വലിയ പ്രോബ്ലമായിട്ട് കാണുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ഫുഡ്, ക്ലോത്തിങ്, അമ്മമാരുടെ ഗർഭകാല പരിചരണം, അതിനുശേഷമുള്ള പരിചരണം, ഇതൊക്കെയും വളരെ പ്രയാസമുള്ള കാര്യമായിട്ട് അവരങ്ങ് കാണുകയാണ്. അതിന് സന്താന നിയന്ത്രണം, കുട്ടിയെ തന്നെ വേണ്ട എന്ന തീരുമാനം, ഇതെല്ലാം അദൃശ്യമായതിനെ കാണുവാനുള്ള അവരുടെ മടിയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്, മനസ്സില്ലായ്മയാണ്. അദൃശ്യമായതിനെ കാണുവാനുള്ള മടി അല്ലെങ്കിൽ അറിവില്ലായ്മ. എന്നാൽ ആ കുഞ്ഞുങ്ങളിലുള്ള അദൃശ്യമായ ദൈവസാദൃശ്യവും സ്വരൂപവും വിശ്വാസത്താൽ നാം കണ്ടിരുന്നെങ്കിൽ, അവരെ എങ്ങനെയുള്ളവരാക്കി ദൈവം മാറ്റുമായിരുന്നു എന്ന് വിശ്വാസത്താൽ അറിഞ്ഞിരുന്നു എങ്കിൽ, നാം മോശയുടെ മാതാപിതാക്കൾ ചെയ്തതുപോലെ ആ അസാധാരണരായ കുഞ്ഞുങ്ങളെ എന്ത് വില കൊടുത്തും രക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുമായിരുന്നു. എത്ര റിസ്ക് വേണമെങ്കിലും നാം എടുക്കുമായിരുന്നു. ഇവിടെ നമ്മുടെ മനോഭാവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. Our attitude towards our children will be determined by faith and not fear. അബോർട്ട് ചെയ്യപ്പെട്ടു പോകുന്ന അഥവാ കൊല്ലപ്പെടുമെന്ന് വിചാരിക്കുന്ന ഓരോ കുഞ്ഞിനോടുമുള്ള നമ്മുടെ മനോഭാവം വിശ്വാസത്തിൽ നിന്നുള്ളതാകണം, ഭയത്തിൽ നിന്നോ ആശങ്കകളിൽ നിന്നോ ആകരുത്. നാം ഭവനത്തിൽ കുട്ടികളെ വളർത്തുമ്പോഴും ഇതേ മുൻഗണനയാണ് കൊടുക്കേണ്ടത്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതും അനുഭവത്തിൽ കൂടെ അറിയാവുന്നതും ചുറ്റുപാടുമുള്ള അനുഭവസ്ഥർ പറയുന്നതും ഗൗരവത്തോടെ കാണുവാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്, എളുപ്പമാണ്. എന്നാൽ അദൃശ്യമായത് കാണണമെങ്കിൽ വിശ്വാസം വേണം. Seeing the unseen by faith. അദൃശ്യമായതിനെ വിശ്വാസത്താൽ കാണുവാനുള്ള കഴിവ്. സ്വഭവനത്തിൽ വളർത്തപ്പെടുവാൻ ദൈവം ഇടയാക്കിയ മോശ വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിക്കപ്പെട്ടു. 40 വയസ്സുവരെയുള്ള കൊട്ടാര ജീവിതം അപ്പോസ്തല പ്രവൃത്തികൾ 7:22 പറയുന്നത് പോലെ മോശയെ ഈജിപ്തുകാരുടെ സകല ജ്ഞാനവും അഭ്യസിപ്പാനും വാക്കിലും പ്രവൃത്തിയിലും അതിസമർത്ഥനായി തീരുവാനും ഇടയാക്കി. കൊട്ടാരത്തിൽ വളർന്ന മിടുമിടുക്കനായ മോശയ്ക്ക് ഒരുപക്ഷെ ഈജിപ്തിൻ്റെ ഭരണത്തലപ്പത്ത് വരെ എത്താമായിരുന്നു. എന്നാൽ മോശ തിരഞ്ഞെടുത്തത് മറ്റൊരു പാതയായിരുന്നു. ഹീബ്രൂസ് 11:24-27 അതാണ് പറയുന്നത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഈജിപ്തിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ഏത് പ്രതിഫലമാണ് മോശ നോക്കിയത്? ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം. Moses was looking beyond the visible to the invisible, to his reward from heaven. വിശ്വാസത്താൽ
അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ ഈജിപ്റ്റ് വിട്ടുപോന്നു. മോസസ് ഓൾവേസ് റിമെമ്പേർഡ് ഹൂ ഹി വാസ്. ദൈവജനത്തോട് ചേരുവാൻ തീരുമാനമെടുത്ത മോശയ്ക്ക് വീണ്ടും 40 വർഷക്കാലം മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുവാനുള്ള നിയോഗം ദൈവം കൊടുത്തു. അവിടെ വെച്ച് തേജോമയനായ ദൈവം മോശയോട് നേരിട്ട് ഇടപെടുകയായിരുന്നു. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ഒരു നല്ല ലീഡറായി ദൈവം മോശയെ മാറ്റി. ഫറവോൻ രാജാവിൻ്റെ മനസ്സ് കഠിനപ്പെടുത്തിയ ദൈവം അതിലൂടെ മോശയെ പഠിപ്പിച്ചത് വലിയ പാഠമായിരുന്നു. 10 ബാധകൾ മോശയിലൂടെ ഈജിപ്തിൽ വരുത്തിയ ദൈവം 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം, ഡെത്ത് ഓഫ് ദ ഫസ്റ്റ് ബോൺ, തന്റെ ജനത്തിൽ വരാതിരിക്കുവാൻ അഥവാ സംഹാരദൂതൻ കടന്നു പോകുവാൻ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിളക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടണം എന്ന് ജനത്തോട് പറയുവാൻ മോശയെ നിയോഗിച്ചു. മോശ അത് ജനത്തോട് പറഞ്ഞു. ജനം അത് ചെയ്തു. എന്നാൽ ദൈവം ഈ പറഞ്ഞതിന് എന്തെങ്കിലും സെൻസ് ഉണ്ടോ, എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് മോശ ചിന്തിച്ചില്ല. എന്തായിരിക്കാം കാരണം? മോസസ് സോ ദി അൺസീൻ. അദൃശ്യമായതിനെ വിശ്വാസത്താൽ കാണുവാൻ മോശയ്ക്ക് കഴിഞ്ഞതുകൊണ്ടാണ് മോശ ദൈവം പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചത്. സംശയത്തിന് ഇട കൊടുക്കാതെ ദൈവം എന്തു പറഞ്ഞുവോ അത് ജനത്തോട് പറഞ്ഞു. ജനവും അത് അനുസരിച്ചു. ചില അവസരങ്ങളിൽ നാം ചെയ്യുവാനായി ദൈവം പറയുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. എന്നാൽ മോശയും ഇസ്രായേൽ മക്കളും ദൈവം അരുളി ചെയ്തത് അപ്പാടെ വിശ്വസിച്ചു. അവർ കുഞ്ഞാടിന്റെ രക്തം പുരട്ടി. ഹീബ്രൂസ് 11:28 പറയുന്നു, വിശ്വാസത്താൽ മോശ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. മോശയുടെയും മറ്റു വിശ്വാസ വീരന്മാരുടെയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം എബ്രായ ലേഖനകർത്താവ് 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ആ സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, അന്ന് മോശയ്ക്കുണ്ടായ വിശ്വാസ ദർശനങ്ങൾ കൊണ്ട് ഈ 2025 നമുക്കെന്താണ് പ്രയോജനം? ഇത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഉത്തരം വളരെ ലളിതമാണ്. അദൃശ്യമായതിനെ കണ്ട് വിശ്വാസത്തിൽ ഉറച്ച് തീരുമാനങ്ങൾ എടുക്കുക, ആ മോശയെ പോലെ. എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ പ്രാവശ്യം താൽക്കാലിക സുഖം തരുന്ന കാഴ്ചകളെ കണ്ട് നമ്മുടേതായ സ്റ്റേറ്റസ് നോക്കി മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് അദൃശ്യമായതിനെ കാണാതെ ഒരു വിശ്വാസവുമില്ലാതെ നാം എത്ര തീരുമാനങ്ങൾ എടുത്തു. കഴിഞ്ഞ വർഷങ്ങളിൽ പറ്റിയതുപോലെ ഈ വർഷത്തിലും വിവിധങ്ങളായ തിന്മയിലേക്ക് ചായുവാൻ പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം. ദരിദ്രരും പീഡിതരുമായവരെ ഗൗനിക്കാതെ ജീവിക്കുവാൻ ഇടവന്നേക്കാം. ബട്ട് ഇഫ് യു സീ ദി അൺസീൻ, അഥവാ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന പ്രതികൂലങ്ങളും കഷ്ടതകളുമെല്ലാം ദൈവസന്നിധിയിൽ ആനന്ദത്തിൻ്റെയും തേജസ്സിൻ്റെയും നിത്യഘനമായി കവിഞ്ഞൊഴുകും. വിശ്വാസവീരനായിരുന്നു മോശ. എന്നാൽ മോശയേക്കാൾ വലിയവനിതാ വന്നിരിക്കുന്നു, യേശു ക്രിസ്തു. ഈജിപ്തിൻ്റെ സുഖങ്ങളാണ് മോശ ഉപേക്ഷിച്ചതെങ്കിൽ സ്വർഗസിംഹാസനവും താതൻ്റെ മാർവും ദൂതന്മാരുടെ സേവയുമാണ് യേശു ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ വന്നത്. അവൻ തന്നെത്താൻ
ശൂന്യവൽക്കരിക്കപ്പെട്ടു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. മോശയേക്കാൾ കൂടുതൽ കഷ്ടതയും ലജ്ജയും അപമാനവും പീഡകളും ക്രൂശ് മരണത്തിൽ സഹിച്ച് പാപത്തോടുള്ള ദൈവക്രോധം മുഴുവനും യേശു സഹിക്കുകയായിരുന്നു. മോശയേക്കാൾ എത്രയോ വലിയ വിജയമാണ് യേശു നേടിയെടുത്തത്. മാനവന്റെ രക്ഷയും നിത്യരാജ്യവും നിത്യജീവനും. യേശുവിന് സന്തോഷകാരണമായ ഈ അദൃശ്യ ഭാവിയാണ് യേശു കണ്ടത്. Faith has its own way of seeing. See with a heart of faith. ഈ 2025 പാപം തരുന്ന തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തിനു വേണ്ടി കഷ്ടമനുഭവിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുമോ? യേശുവിനു വേണ്ടി അപമാനമേൽക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാകുമോ? Are you living by faith in Jesus? പുതുവത്സരത്തിൻ്റെ എല്ലാ മംഗളങ്ങളും. I bless you in Jesus' name. Amen.